നമസ്കാരം. ദർശന ചൂട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് UAE-ലാണ്. ഇന്ന് വിരുന്നിന്റെ എപ്പിസോഡ് ധന്യമാക്കാൻ നമ്മോടൊപ്പമുള്ള അതിഥികൾ UAE-ലെ എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്രില്യൻസ് എഡ്യൂക്കേഷൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കാരണം ഒരുപാട് പ്രവാസി മലയാളി രക്ഷകർത്താക്കളുടെ മക്കൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസിന് അവരുടെ ജോലിയോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുവാനുണ്ടായ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഒരു വലിയ സ്ഥാപനമാണ് ബ്രില്യൻസ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കാൻ ബ്രില്യൻസ് എഡ്യൂക്കേഷന്റെ ഡയറക്ടേഴ്സായ പ്രൊഫസർ അൻസാരി ഇബ്രാഹിമും അതോടൊപ്പം തന്നെ ഹർഷദ് ഏക്കയുമാണ്. അവരെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വരുന്നതിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. Everybody. We, Brilliance Educational Group, is one of the fast-growing institutions in UAE, offering distance education for working professionals and higher education for regular students. We also give free educational consultation for engineering and MBBS from the reputed colleges of Kerala, Karnataka and Tamil Nadu. Now, considering the distance education, we offer bachelor and master's degree from the very reputed Jaipur National University and Bharatiyar University, with evening classes and weekend classes available, trained under highly professional industrial faculties. Not just that, affordable fees and easy mode of installments. Considering the regular education, we offer campus facilities, student visa, transportation, accommodation, driving license support and degree programs offered by the very prestigious MG University, Kerala. Also offering PhD programs, which is one of the highlights of Brilliance Education Group under the Benestla University and Jaipur National University. സർ, നമ്മളിപ്പോൾ വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്രില്യൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം തീർച്ചയായിട്ടും ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസിന്, ഞാൻ ആമുഖത്തിൽ തന്നെ പറയുകയുണ്ടായി, ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസിന് അവരുടെ ജോലിയോടൊപ്പം തന്നെ അവർക്ക് വിദ്യാഭ്യാസം നേടുവാനും അതോടൊപ്പം തന്നെ ജോലിയിൽ ഉയർന്ന നിലവാരത്തിലേക്ക് മാറുവാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബ്രില്യൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ്, അത് രൂപപ്പെട്ടത് എങ്ങനെയാണ്, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നൊന്ന് പ്രൊഫസർ തന്നെ സംസാരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. താങ്കളോട് തന്നെയാണ് ചോദ്യം, എങ്ങനെയായിരുന്നു തുടക്കം? ബ്രില്യൻസ് എഡ്യൂക്കേഷൻ എന്നൊരു ആശയം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഒരു 7 വർഷം മുമ്പാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം 14 വർഷത്തോളമായിട്ട് UAE-യിൽ എഡ്യൂക്കേഷനിൽ സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പല ഇതിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ കോളേജുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കൂടുതൽ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, പ്രവാസികളായ മലയാളികൾക്ക് അവർക്ക് ഒരുപാട് വിദ്യാഭ്യാസ ആഗ്രഹങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ആ വിദ്യാഭ്യാസം അവരുടെ മനസ്സിലുള്ള ഓരോ ആശയങ്ങളും അവരുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നാട്ടിൽ നിന്ന് നമ്മളൊരു ഡിഗ്രി വരെ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഒരു വിസ കിട്ടുമ്പോൾ അവർ ആ ജോലി അന്വേഷിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു എഡ്യൂക്കേഷൻ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ആവുക. തുടർന്ന് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള, ഇവിടെ എങ്ങനെ തുടർന്ന് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ ഇവിടെയുള്ള പ്രവാസികളായ മലയാളികൾക്ക് ഇല്ല. അപ്പോൾ ആ ഒരു മനസ്സിലുണ്ടായ ഒരു ആശയമാണ്, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു സ്ഥാപനത്തെ കൂട്ട് പ്രൊമോട്ട് ചെയ്തുകൂടാ? ഈ ഒരു സ്ഥാപനത്തിലൂടെ നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുക. അതിനുവേണ്ടി ഏതെല്ലാം രീതിയിലെ യൂണിവേഴ്സിറ്റികൾ, ഏതെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ആ ഒരു ആശയത്തിൻ്റെ ഇതിലാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള മിസ്റ്റർ ഹർഷദും അതുകൂടാതെ മിസ്റ്റർ അജിത്ത്, ഞങ്ങൾ 3 പേരാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. ഇതിൽ ഞാനിതിൻ്റെ അക്കാഡമിക് പാർട്ടാണ് നോക്കുന്നത്. മിസ്റ്റർ ഹർഷദ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും ഈവൻസും ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. മിസ്റ്റർ അജിത്ത് ഇതിൻ്റെ ഓപ്പറേഷൻസും HR-ഉം നോക്കുന്ന. നമ്മുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, ബ്രില്യൻസ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, നമ്മുടെ പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ്?
ബ്രില്യൻസ് എഡ്യൂക്കേഷൻ ഒരു വലിയൊരു സംരംഭമായിട്ടാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. കാരണം ഇത് 5 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 50 സ്റ്റുഡൻസ് മാത്രമാണ്, വർക്കിംഗ് പ്രൊഫഷണൽസ് മാത്രമാണ് ഉണ്ടായിരുന്നത് സ്റ്റാർട്ട് ചെയ്യൽ ഈ കമ്പനിയിൽ. ഈ ഒരു 5 വർഷം കൊണ്ട് ഏകദേശം 2700ഓളം സ്റ്റുഡൻസാണ് ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ അസറ്റായിട്ട് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. അതിനാദ്യമായി ഞാൻ പടച്ചോനോട് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ, പിന്നെ ഒരുപാട് മാധ്യമപ്രവർത്തകർ, എല്ലാവരും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല ഇൻഡസ്ട്രിയൽ ഫാക്കൽറ്റീസ് ഉണ്ട്. അങ്ങനെ ബ്രില്യൻസ് എഡ്യൂക്കേഷൻ ഇപ്പോൾ ഒരു നല്ലൊരു സർവീസാണ് UAE എഡ്യൂക്കേഷൻ സെക്ടറിൽ കാഴ്ചവെക്കുന്നത്. മെയിൻലി വർക്കിംഗ് പ്രൊഫഷണൽസിന് അവർക്ക് അവരുടെ BBA പ്രോഗ്രാം, MBA പ്രോഗ്രാം ഇതൊക്കെ ഞങ്ങളടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ജയ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അത് ഇന്ത്യൻ ടോപ്പ് 50 യൂണിവേഴ്സിറ്റിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. വിച്ച് ഇസ് UGC അപ്രൂവ്ഡ്, പിന്നെ AICT അപ്രൂവ്ഡ്, DEC അപ്രൂവ്ഡ്, എല്ലാ അപ്രൂവൽസും ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇതിൻ്റെ ഓൾറെഡി 4 കോൺവൊക്കേഷൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കോൺവൊക്കേഷൻസ് ഞങ്ങൾ ദുബായിൽ വെച്ച് നടത്തിയത്. ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽസ് ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ഹെൽപ്പും മോട്ടിവേഷനുമാണ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു ബന്ധം ഇവിടെയുള്ള ഒരുപാട് വലിയ കമ്പനീസിലുള്ള ഒരു വലിയ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരായിട്ടുള്ള ഒരു നല്ല റിലേഷൻ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് ഞങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസി, അതിൽ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് തന്നെ ഞങ്ങൾ നോക്കുന്ന PhD പ്രോഗ്രാമാണ്. അപ്പം PhD പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നത് ഇപ്പം നമ്മളുടെ അടുത്ത് ഓൾറെഡി അറൗണ്ട് 18 ലോക്കൽസ് ഞങ്ങളുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അതിൽ സ്കോളേഴ്സാണ്, ഞങ്ങളുടെ PhD സ്കോളേഴ്സാണ്. അറൗണ്ട് 33 ഇന്ത്യൻസും PhD സ്കോളേഴ്സാണ്. ദിസ് ഇസ് ലൈക്ക് എ ഗുഡ് അസറ്റ് ഫോർ അസ്. ബിക്കോസ് PhD ഡിസ്റ്റൻസിൽ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിന് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു ടഫ് ടാസ്ക്കാണ്. നമ്മുടെ PhD ഹെഡായിട്ടുള്ളത് മിസ്റ്റർ അൻസാരി സാറാണ്. അപ്പം PhD കുറിച്ച് ലേറ്റർ ആയിട്ട് ഒരു നല്ലൊരു ടോക്ക് സാർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. PhDയുടെ എന്താണ്, PhDയുടെ ഗുണങ്ങളും അതെങ്ങനെ നമുക്ക് ചെയ്യാം. അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഡോക്ടറേറ്റിനെ കുറിച്ച് സംശയമുണ്ട്. എന്താണ് അത്, കോഴ്സാണോ, അത് പ്രോജക്റ്റ് ആണോ, എങ്ങനെയാണെന്നൊരു ഡൗട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായ ഒരു ഇൻഫർമേഷൻ മിസ്റ്റർ അൻസാരി സാർ തരുന്നതായിരിക്കും. ശ്രീരാമചന്ദ്ര ചെന്നൈ പോലുള്ള കോളേജ്, MS രാമയ്യ, പിന്നെ TKM കൊല്ലം, ഇങ്ങനെയുള്ള കോളേജസിലൊക്കെ നമുക്ക് NRI സീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ആരെങ്കിലും, ഇപ്പോൾ 12th പഠിക്കുന്ന കുട്ടികളോ അല്ല 11th പഠിക്കുന്ന കുട്ടികൾക്കോ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഏത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഏത് കോളേജിൽ പോകണം, എങ്ങനെ നമുക്ക് സീറ്റ് വാങ്ങാം എന്നുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ആക്ടിവിറ്റിയും നല്ലൊരു ഇതാണ് നമ്മുടെ തുടക്കം കുറിക്കുന്നത്. ഇതാണ് നമ്മുടെ 3ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഇത്രയും വർഷം, ഇപ്പോൾ ഒരു 5 വർഷമായി ഒരു സ്ഥാപനം വളരെ ഉയർന്ന നിലവാരത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിനിങ്, ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു മേഖല, സാർ ഈ അക്കാഡമിക്കൽ സെക്ടർ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദ്യം, എങ്ങനെയാണ് ക്വാളിറ്റി നിലനിർത്തി പോകുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പം ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസും യഥാർത്ഥത്തിൽ പല എമിറേറ്റ്സിലാണ്. ഇപ്പോൾ ദുബായിലുണ്ടാവും, ഷാർജയിലുണ്ടാവും, അജ്മാനിലുണ്ടാവും, ഫുജൈറിലുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ബ്രില്യൻസ് തുടക്കം മുതലേ നമ്മൾ ക്വാളിറ്റിയിൽ വളരെയധികം പ്രാധാന്യം കൊടുത്താണ് അത് മുമ്പോട്ട് ചെയ്തു വരുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരുന്നാൽ പോലും നമ്മൾ കൃത്യമായ ഒരു ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ക്ലാസ് കൊടുക്കുന്നു. എല്ലാ പ്രോഗ്രാമിനും കൃത്യമായ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു. വളരെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നു.
അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ക്ലാസ്സിൽ വന്നിട്ട് അവരുടേതായ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിലുപരി ആ സ്റ്റുഡൻറ്റിന് ആ ആളിൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. അയാൾ മറ്റ് കമ്പനികളിൽ ഉള്ള എക്സ്പീരിയൻസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു കമ്പനി ലെവലിലുള്ള എക്സ്പീരിയൻസ് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്യുകയും അത് അവർക്ക് അവരെ പ്രോജക്റ്റ് ചെയ്യുന്നതിനും അസൈൻമെൻറ്റ് ചെയ്യുന്നതിനും അവരെ എക്സാമിനേഷനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽ കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വളരെ റെപ്യൂട്ടായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഹർഷദ് പറഞ്ഞ പോലെ 31ാം റാങ്കുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളത്. ജയ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവിധ അക്രഡിറ്റേഷനും ഒതൻറ്റിക്കേഷനും ഇൻ്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൂടാതെ ആ യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽ വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ്. പിന്നെ അതിനപ്പുറം തന്നെ അതിനോടൊപ്പം തന്നെ ഈ അസൈൻമെൻറ്റ്സുകൾ, പ്രോജക്റ്റ് വർക്കുകൾ, സെമിനാർസ്, വർക്ക്ഷോപ്പുകൾ ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയും വളരെ ക്രമാനുഗതമായ രീതിയിലുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുകയും ഇതിൻ്റെ ഒരു ഗുണം അനുസരിച്ച് ഒരു വർഷമോ 2 വർഷമോ ആ സ്റ്റുഡൻറ്റ് കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും സെമിനാർ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ചേഞ്ചസ്, ഇത് കൂടാതെ നമ്മൾ കോർപ്പറേറ്റ് ലെവലിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അവരെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകൾ, അതായത് അവരെങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം, ഒരു കമ്പനിയിലൊരു പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യണം, അതുകൂടാതെ കമ്പനിയിലൊരു നെഗോസിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ നെഗോസിയേഷൻ എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലെവലിലുള്ള ഒരുപാട് ട്രെയിനിങ്ങുകൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇവർ ജോലിയോടൊപ്പം എങ്ങനെ വിദ്യാഭ്യാസം കൊണ്ടുപോകും, അല്ലെങ്കിൽ ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം, അതിന് എത്രമാത്രം സാധ്യതകൾ ബ്രില്യൻസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. 12th കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവർക്ക് BBA പ്രോഗ്രാം ഓർ ബികോം പ്രോഗ്രാം, അത് അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ബികോമിന് പോകാം, അഡ്മിനിസ്ട്രേഷൻ സൈഡിലാണെങ്കിൽ BBAക്ക് പോകാം. ഇൻ കേസ് IT സെക്ടർ ആണെങ്കിൽ BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ നിങ്ങളുടെ ഫീൽഡിനനുസരിച്ച് നമ്മുടെ ബാച്ചിലേഴ്സ് കോഴ്സ് ഉണ്ട്. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് നൽകുന്നത്. അത് നമ്മൾ ഫ്രൈഡേസ് ക്ലാസ് ഉണ്ട്, വീക്കെൻഡ് ഡേയ്സ് നമുക്ക് ക്ലാസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഈവനിങ് നിങ്ങളുടെ വർക്ക് ടൈമിന് ശേഷം ഒരു 3 hours ക്ലാസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്, വീക്ക്ലി 1 days. അതപ്പം മന്ത്ലി ഒരു 4 days ക്ലാസ് ആണ് വരുന്നത്. നമ്മുടെ പ്രൈസിങ്, അതായത് എമൗണ്ട്, ഫീ സ്ട്രക്ചർ, അതായത് അഫോർഡബിൾ ഫീ ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ വെബ്സൈറ്റും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. വളരെ നല്ല ഒരു ഫീ സ്ട്രക്ചറാണ്, അഫോർഡബിൾ ഫീ. അതായത് ഡിഗ്രികളിലും ഞങ്ങൾ ഒരു നല്ലൊരു ഫീ സ്ട്രക്ചറാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടക്കാൻ പറ്റും. ഇൻസ്റ്റാൾമെൻറ്റ് മോഡ് ഓഫ് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അടക്കാൻ പറ്റും. പിന്നെ എക്സാമിനേഷനൊക്കെ വളരെ ഈസിയാണ്. ഒരു എന്താ പറയുക, ഈ നല്ല നിങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആണെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. മാനേജ്മെൻറ്റൊക്കെ അറിയാലോ, നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, നമുക്ക് ഈസി ആയിട്ട് എഴുതാം. നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ പാസ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം ഈ സ്റ്റുഡൻസ് ഒക്കെ നല്ല ഫീഡ്ബാക്കാണ് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ല റെഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്ക് അനൂപിനോട് പറയാനുള്ളത്, നമ്മളിപ്പം ഇതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഞങ്ങൾ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ആണ്. ഐ മീൻ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ആൻഡ് പാസ്ഡ് ഔട്ട് സ്റ്റുഡൻസ്, ഇവർ ഞങ്ങൾക്ക് ഒരുപാട് റെഫറൻസ് തരുന്നുണ്ട്. ഇപ്പം ഒരാളെ റെഫർ ചെയ്യുന്നത് അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ്. മേ ബി ഇപ്പോൾ ഹസ്ബൻഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വൈഫിനെ ജോയിൻ ചെയ്യിപ്പിക്കും, പിന്നെ അവരുടെ ബ്രദറിനെ ജോയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ തന്നെ ഒരു ബൾക്ക് ഓഫ് അഡ്മിഷൻസ് ആണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ സർവീസ് കൊണ്ടാണ്. അപ്പോൾ ആ സർവീസും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഞങ്ങൾക്ക് റെഫറൻസ് തരുന്നത് തന്നെയാണ് നിങ്ങളുടെ വിജയം. ഈ ഒരു വിദ്യാഭ്യാസത്തിനപ്പുറം, കാരണം കുട്ടികൾക്ക് പഠനത്തിനുമപ്പുറം ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസിനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. ഇവിടെ എത്തുമ്പോൾ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു മേഖലയെ കൈകാര്യം ചെയ്തത്? അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ്, അതർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? അതായത് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ഏകദേശം 2700 സ്റ്റുഡൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ച ഒരു ആശയമാണ് ഈ റെഗുലർ എഡ്യൂക്കേഷൻ. അതായത് 12th കഴിഞ്ഞ കുട്ടികൾ, ഇവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്ന 12th കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, ആ 12th കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇവിടെ തന്നെ UAE തന്നെ പഠിക്കണമെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസ് സ്ട്രക്ചറിൽ ഒരു കോഴ്സ് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ അവർക്ക് വളരെ സന്തോഷപൂർവ്വം വന്ന് ഇവിടെ പഠിക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ റെഗുലർ എഡ്യൂക്കേഷനിൽ നമ്മൾ വളരെ റെപ്യൂട്ടായിട്ടുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം, കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ നടത്തുന്നത്. ആ കോഴ്സ് ആ യൂണിവേഴ്സിറ്റിയുടെ BBA പ്രോഗ്രാംസുകൾ, ബികോം പ്രോഗ്രാംസുകൾ ആണ് മെയിനായിട്ട് നമ്മളവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 60ഓളം സ്റ്റുഡൻസ് നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ക്യാമ്പസ് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരിക്കാം, പിന്നെ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉള്ള ക്യാമ്പസ് ആയിരിക്കാം,
അതുകൂടാതെ നമ്മൾ കുട്ടികൾക്ക് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റും കൾച്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു രാജ്യത്തു നിന്നാണ് നമ്മൾ വരുന്നത്. ഇതുകൂടാതെ തന്നെ അവരുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രാംസാണ്. നമ്മൾ ഫ്രഷേഴ്സ് ഡേ മുതൽ അതുപോലെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അതുപോലെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നാഷണൽ ഡേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല പല ഈവൻറ്റ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, ക്യാമ്പസിലും ക്യാമ്പസിനകത്തും ക്യാമ്പസിന് പുറത്തും. ബ്രില്യൻസ് ഒരു വലിയ വിജയത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും ഒരു ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം UAE നമ്പർ 1 എത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. വിത്ത് നല്ല സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പായിട്ട് അറിയപ്പെടുക UAE. കാരണം ഞങ്ങൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊരു നല്ല രീതിയിൽ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ലൊരു അഭിപ്രായം കിട്ടുന്ന ഒരു ഇതായിട്ടും, പിന്നെ ഇതുപോലെ ഇവിടുത്തെ UAE പ്രവാസികൾക്ക് നമ്മുടെ ഡിഗ്രീസ് വെച്ച് നല്ലൊരു ഉപകാരപ്പെടുന്ന ജോലികളും പ്രൊമോഷൻസും കിട്ടാനും വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ ഇനിയിപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഖത്തറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയുള്ള GCC അതർ കൺട്രീസിലോട്ട് ഞങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് നമ്മൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു പ്രപ്പോസൽ നൽകിയിട്ടുണ്ട്. അവരുടെ M.Tech പ്രോഗ്രാം ഓഫ് ക്യാമ്പസ് ആക്കിയിട്ട് ഇവിടെ ഫുജിയറ ചെയ്യാനുള്ള അത് ഇപ്പം ഏകദേശം ഒരു അപ്രൂവൽ സൈഡിൽ നിൽക്കുകയാണ്. PhD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുപോലെ അതിൻ്റെ സാധ്യതകളും ബ്രില്യൻസ് എഡ്യൂക്കേഷൻ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യവും താങ്കൾ പറയുകയാണെങ്കിൽ? ഫിലോസഫി ഇൻ ഡോക്ടറേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ പർട്ടിക്കുലർ അബ്രിവേഷൻ. ഓരോ സബ്ജക്റ്റിലാണ് നമ്മൾ PhD എടുക്കുന്നത്. അപ്പോൾ ഈ PhD എടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ന് നിലവിലുള്ള ഇന്ത്യയിലുള്ള ഒരുവിധമുള്ള എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളിലും വളരെ ഒഫീഷ്യലായിട്ടുള്ള അക്കാഡമിക് പൊസിഷൻസിന് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ UGC റെക്കമെൻഡ് ചെയ്യുന്നത് PhD ഹോൾഡേഴ്സിനെയാണ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള PhD ആണ് എല്ലാ യൂണിവേഴ്സിറ്റീസും റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന PhD പ്രോഗ്രാം പ്രധാനമായിട്ടും 2 യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. ഒന്ന് ബെനസ്സലി യൂണിവേഴ്സിറ്റിയുടെ PhD പ്രോഗ്രാം, രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ജയ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ PhD പ്രോഗ്രാം. ബെനസ്സലി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. വളരെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് PhD ആൾക്കാർ PhD കോഴ്സ് കംപ്ലീറ്റ് ഇറങ്ങിയ ഡോക്ടേഴ്സ് റിസർച്ച് സ്കോളേഴ്സ് ഇറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 45ഓളം സ്റ്റുഡൻസ് PhDക്ക് നമ്മുടെ PhD റിസർച്ച് സ്കോളേഴ്സായിട്ട് നമ്മുടെ അടുത്തുണ്ട്. ഇനി ബ്രില്യൻസിൻ്റെ ഡയറക്ടേഴ്സായ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അൻസാരി സാറിനോട് തന്നെ ആവാം, താങ്കളുടെ കുടുംബം അതുപോലെ തന്നെ നാട്ടിലാരൊക്കെയാണുള്ളത്, ഇവിടെ താങ്കളോടൊപ്പം ആരൊക്കെയാണുള്ളത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. നാട്ടിൽ കൊല്ലമാണ് എൻ്റെ സ്വദേശം. ഞാൻ പഠിച്ചതെല്ലാം കൊല്ലം SN കോളേജിലും നാട്ടിൽ കോയമ്പത്തൂരിലൊക്കെയാണ് പഠിച്ചത്. ഇവിടെ എൻ്റെ ഭാര്യയുണ്ട്, ഷാനിയ എന്നാണ് പേര്. പിന്നെ 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. ഒരാൾ 7 വയസ്സ്, വേറൊരാൾക്ക് 4 വയസ്സ്. ഇവിടെ ഏകദേശം ഈ 10 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബമായിട്ടൂടെ താമസിക്കുകയാണ്. ഭാര്യ ഷാനിയ, 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾ അഫ്നിയ 7 വയസ്സ്, രണ്ടാമത്തെ ആൾ ഷഹാന 4 വയസ്സ്. ഏകദേശം 10 വർഷമായിട്ട് UAE ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ നമ്മുടെ ഒരു 3ാമതൊരു ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പുള്ളി ഇപ്പം നാട്ടിലാണ്. അർജൻറ്റായിട്ടൊരു ചെറിയ ഷോർട്ട് വെക്കേഷന് പോയതാണ്. പുള്ളിയുടെ പേര് അജിത് NS. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് രാജിഷ. അവർ നാട്ടിലാണ്. അപ്പം അവരെന്തായാലും ഈ എപ്പിസോഡ് കാണുമായിരിക്കും. അതിനിപ്പം എൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നാട് കണ്ണൂരാണ്. പ്രോപ്പർ കണ്ണൂർ ടൗണിൽ തന്നെയാണ്. പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു, കോയമ്പത്തൂരായിരുന്നു. അപ്പം പഠിക്കുന്ന സമയത്ത് കോളേജ് ചെയർമാനായിരുന്നു, പിന്നെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കണക്ഷൻസൊക്കെ കിട്ടി ഇവിടെ വരെ എത്തി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഉപ്പ CH സത്താർ, ഫാദർ ഒരു 33 വർഷമായിട്ട് UAE തന്നെയാണ്. 33 years ആയിട്ട് UAE-ലാണ്. അബുദാബിയിലെ ഒരു സാഡ്കോ എന്ന് പറഞ്ഞ ഓയിൽ കമ്പനിയിലെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ്, ഹനീഫയ്ക്ക്. പിന്നെ ഒരു 2 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത്, ഹഫ്നാസ്, ഹസീന, ഹസ്കർ.
അപ്പോൾ എല്ലാവരും അബുദാബിയിലുണ്ട്, ഞാൻ ബാച്ചിലറായിട്ട് ദുബായിൽ ഇവിടെ ഉണ്ട്. ബ്രില്യൻസിലെ ഈ സ്റ്റുഡൻസ് 2700 പേര് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോകുന്നവരാണ്. ഇവരുടെയൊക്കെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി പോലെയാണ്. സാർ എന്തായാലും അപ്പോൾ ഈ ഒരു കൂട്ടുകുടുംബം ബ്രില്യൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കൂട്ടുകുടുംബം വീണ്ടും വീണ്ടും ഒരുപാട് ഉയരങ്ങൾ താണ്ടട്ടെ. ഇനിയും നമുക്കൊരു മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടുമ്പോഴേയും തൽക്കാലം ഇവിടെ പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു താങ്ക് യു സാർ.